നിങ്ങൾ ഈ ഒരു ഐറ്റത്തെ വെറുതെ ഒരു ഫോണായിട്ട് കരുതുന്നതിന് പകരം ഡേ ടു ഡേ ലൈഫിലെ ടാസ്കുകൾ ഈസിയായിട്ടും സിമ്പിളായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളായിട്ടൊന്ന് കരുതാൻ സാധിക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഞാൻ വെറുത്താക്കി തരാം. അതിന് സഹായിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ചാനലിലൂടെ സംസാരിക്കുന്നത്. നിങ്ങളിൽ പലരും വർഷങ്ങളായിട്ട് തന്നെ ഐഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ബേസിക് ജസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ നല്ല അറിവുണ്ടായിരിക്കും. അതായത് പിഞ്ചിൻ, ടാപ്പ്, സ്ക്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി. എന്നാൽ ഇതിന് പുറമെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും പല ഓപ്ഷൻസും നിങ്ങൾക്ക് സിമ്പിൾ ജസ്റ്റേഴ്സിലൂടെ നിങ്ങളുടെ ഐഫോണിൽ ചെയ്യാൻ സാധിക്കും. അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കുറേയധികം ടൈം സേവ് ചെയ്യാനും സാധിക്കും. അതോടൊപ്പം തന്നെ അറിയാത്തവർക്ക് നിങ്ങൾക്ക് പറഞ്ഞും കൊടുക്കാം. ഐഫോണിൽ നിങ്ങളൊരു പുലിയുമായിരിക്കും. ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഐഫോണിൽ ചെയ്യാൻ സാധിക്കുന്ന 15ലധികം പുതിയ ഓപ്ഷൻസ്, ഫീച്ചേഴ്സാണ് ഞാൻ പരിചയപ്പെടുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. നോട്ട്സ് ആപ്പ് യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നോട്ട്സ് ആപ്പിൽ നമ്മൾ ഇതുപോലെ ബുള്ളറ്റ് മാർക്കിങ്ങിൽ എന്തെങ്കിലും ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്ത് നമ്മൾ സ്വൈപ്പ് ജസ്റ്റേഴ്സ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡൻറ്റേഷൻ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ സ്വൈപ്പിനും ഓരോ ചേഞ്ചാണ് വരുന്നത്. ഇനി iOS 26 ബാക്ക് ജസ്റ്റർ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന ബാക്ക് ജസ്റ്ററിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഒരു സെറ്റിങ്സ് ഇങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ്ലി നമുക്ക് ബാക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീനിൻ്റെ ഏറ്റവും അറ്റത്ത് വന്നിട്ട് അവിടെ നിന്ന് വേണം സ്വൈപ്പ് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലിറ്ററലി സെൻറ്ററിൽ നിന്ന് പോലും ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ, ബാക്കിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്ഷൻ അല്ലെങ്കിൽ സെറ്റിങ്സിനകത്തേക്ക് ഇങ്ങനെ പോകാൻ സാധിക്കുന്നതാണ്. ഇൻ ദ മിഡിൽ നിങ്ങളിങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. ഫോട്ടോസ് ആപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു ഇമേജ് മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിലേക്ക്, ഫോർ എക്സാമ്പിൾ മെയിലിലേക്കോ നോട്ട്സ് ആപ്പിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇമേജ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇമേജിനെ കൊണ്ടുവരാൻ സാധിക്കും. ഫോട്ടോസ് ആപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് മറ്റൊരു ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുക. അതിനുശേഷം ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ടത്, നോട്ട്സ് ആപ്പാണ്, ഞാനിവിടെ നോട്ട്സ് ആപ്പ് സെലക്ട് ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇമേജ് വളരെ ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ മെയിലിലൂടെയോ നോട്ട്സ് ആപ്പിലോ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന ഇമേജുകൾ ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇമേജ് ഫുൾ സ്ക്രീനിൽ വ്യൂ ചെയ്യാൻ സാധിക്കും. ആൻഡ് എക്സിറ്റ് ചെയ്യാൻ ജസ്റ്റ് താഴത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്ലോസ് ആവുന്നതാണ്. സഫാരിയിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ടാബ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടാബിൽ നിന്ന് മറ്റൊരു ടാബിലേക്ക് പോകാൻ ഈ ഒരു എലിപ്സ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ ടാബ് ഓപ്ഷൻ അടിക്കേണ്ട ആവശ്യമില്ല. താഴെ ഈ കാണുന്ന URL ടാബിൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടാബിലേക്കും ഈസിലി പോകാൻ സാധിക്കുന്നതാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. ഇനി ഒരുമിച്ച് നിങ്ങൾക്ക് ബേർഡ്സ് ഐ വ്യൂവിൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ടാബുകളെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പിഞ്ച് ഔട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വളരെ ഈസിലി എല്ലാ ടാബും ബേർഡ്സ് ഐ വ്യൂവിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ പിഞ്ച് ജസ്റ്റർ ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എലിപ്സ് ബട്ടണിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഓൾ ടാപ്പ് വ്യൂവിലേക്ക് പോകാൻ സാധിക്കും. ഇനി ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഏത് ആപ്ലിക്കേഷനിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ ടച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഷേക്ക് ടു അൺഡു എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത ലാസ്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ വേർഡ് നമുക്ക് ഈസിലി നമുക്ക് അൺഡു ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ ഡിവൈസ് ഷേക്ക് ചെയ്താൽ മാത്രം മതി. ഇനി ഐഫോണിലുള്ള വോളിയം റോക്കേഴ്സ്, അപ്പ് ആൻഡ് ഡൗൺ വോളിയം റോക്കേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതുപോലൊരു വിഷ്വലൈസേഷൻ, അതാണ് വോളിയം HUD. ആ വോളിയം HUD നമുക്ക് സ്വൈപ്പ് ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു സ്വൈപ്പ് ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതേ ജസ്റ്റേഴ്സ് നമുക്ക് മറ്റൊരു സ്പേസിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിറ്ററലി ഫോണിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം സ്ക്രോൾ ചെയ്യാൻ ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിന് പകരം സൈഡിൽ വരുന്ന ഈ ഒരു സ്ക്രോൾ ബാർ ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്വൈപ്പ് ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേജ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ മാത്രമല്ല എവിടെയും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിലും മൾട്ടിപ്പിൾ ഐറ്റംസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സെലക്ട് ടാബിൽ പോയിട്ട് സെലക്ട് റിമൈൻഡർ അല്ലെങ്കിൽ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഓപ്ഷൻസും സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതിലും എളുപ്പത്തിൽ നമുക്ക് സിംഗിൾ ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റേഴ്സിൻ്റെ സഹായത്തോടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി സെലക്ട് ടാബ് നമ്മൾ എനേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും ഈസിലി നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതേ പരിപാടി ഈ സെലക്ട് ഓപ്ഷൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ട ആ സ്റ്റെപ്പ് ഒഴിവാക്കിക്കൊണ്ട് 2 ഫിംഗർ ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ അങ്ങ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ പരിചയപ്പെടുന്ന ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പിലും ആപ്പിൾ മാപ്സിലും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് മാപ്പിൻ്റെ ഒരു ഏരിയയിലേക്ക് നമുക്ക് സൂം ഇൻ ചെയ്യണം, സൂം ഔട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് വൺ ഹാൻഡിലാണ്, ഒറ്റ കയ്യിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഏത് ഏരിയയിലേക്കാണോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക, ദെൻ സൂം ഇൻ, സൂം ഔട്ട്. സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സൂം ഇൻ ആവും, സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ സൂം ഔട്ട് ആവും.
ഇങ്ങനെ വളരെ ഈസിലി ഈ ഒരു ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ സെറ്റിംഗ്സിൽ ഡീപ്പായിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷനകത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ അവിടുന്ന് തിരികെ ബാക്ക് പോകാൻ വേണ്ടി നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള ആ ബാക്ക് ബട്ടൺ ഉണ്ടല്ലോ, അവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകേണ്ട ആ ഏരിയ അല്ലെങ്കിൽ പേജ് ഏതാണോ ആ പേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ആക്സസിബിലിറ്റി ഓപ്ഷനിലേക്ക് ഡയറക്റ്റ് പോയാൽ മതി എന്നുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് പോകും. ഇനി ഫ്രണ്ട് സെറ്റിംഗ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സെറ്റിംഗ്സിലേക്കോ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇനി ഫോട്ടോസ് ആപ്പിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ പോയി സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്കൊരു സിമ്പിൾ ജസ്റ്ററിലൂടെ അത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊരു ഏരിയയിലെ മൊത്തം ഫോട്ടോസാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ സെലക്ട് ഓപ്ഷനിൽ ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു സിംഗിൾ ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി, നേരെ താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ താഴത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഡയഗണലി സ്വൈപ്പ് ചെയ്യണം. ഈ അറ്റത്തുനിന്ന് നിങ്ങൾ സൈഡിലേക്ക് മറ്റേ അറ്റത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് ഈസിലി സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ ഡയഗണലി വേണം സ്വൈപ്പ് ചെയ്യാൻ. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത ഫോട്ടോസ് ഇത് ഇങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞു തരുന്ന ടാപ്പ് ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ് ആപ്പിൽ മാത്രമല്ല ലിറ്ററലി ഐഫോണിലുള്ള മിക്ക ഓപ്ഷൻസിലും അല്ലെങ്കിൽ മിക്ക ആപ്ലിക്കേഷൻസിലും നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഏറ്റവും വെരി ഫസ്റ്റ് ഫോട്ടോയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലൈബ്രറി ടൈം ഒക്കെ കാണിച്ചേക്കുന്ന ആ ഏരിയയിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഇമേജിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ ഏറ്റവും വെരി ബോട്ടത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ലൈബ്രറി എന്നുള്ള ആ ഒരു ഐക്കണിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, ഏറ്റവും വെരി ബോട്ടത്തിലേക്ക് പോകാനും സാധിക്കും. നമുക്ക് സിംഗിൾ ഹാൻഡിൽ നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വലിയ പ്രോ മാക്സ് പോലത്തെ അല്ലെങ്കിൽ എയർ പോലത്തെ ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും മുകളിൽ വരെ റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഒറ്റ കയ്യിൽ യൂസ് ചെയ്യുമ്പോൾ. അതിന് നമുക്ക് ആക്സസിബിലിറ്റിയിൽ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് റീച്ചബിലിറ്റി. സോ ഡിസ്പ്ലേ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റീച്ചബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ മുകൾ ഭാഗം ആക്സസ് ചെയ്യാൻ വേണ്ടി താഴെ ഈ ഒരു ഏരിയയിൽ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീച്ചബിലിറ്റി ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഓപ്ഷൻസ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മുകളിലേക്ക് അതിനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീച്ചബിലിറ്റി ക്ലോസ് ചെയ്യാൻ സാധിക്കും. വീണ്ടും താഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീച്ചബിലിറ്റി ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ പാരഗ്രാഫ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ട് നിങ്ങളുടെ കേഴ്സർ ഇവിടെ കാണുന്നതാണ് കേഴ്സർ. നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രത്യേക പാരഗ്രാഫിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കും. കേഴ്സർ നമ്മൾ ഫിംഗർ മൂവ് ചെയ്യുന്നതനുസരിച്ച് കേഴ്സർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കാണാൻ സാധിക്കും. ഇനി ഇതിന് പകരം നിങ്ങൾ ഈ ഒരു സ്പേസ് ബാർ ഉണ്ടല്ലോ, കീബോർഡിലുള്ള സ്പേസ് ബാറിൽ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കേഴ്സർ നമുക്ക് മൊത്തത്തിൽ ലിറ്ററലി എവിടെ വേണമെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും. ഇനി കേഴ്സർ എവിടെയെങ്കിലും കൊണ്ടുവച്ചു ഒരൊറ്റ സിംഗിൾ ടാപ്പിൽ നമുക്ക് ആ വേർഡ്സ് അല്ലെങ്കിൽ ആ പാരഗ്രാഫ് മൊത്തത്തിൽ അങ്ങ് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ പാരഗ്രാഫിലെ ഒരു വേർഡ്, ആ വേർഡിലേക്ക് കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡിൻ്റെ അറ്റത്ത് നമുക്ക് കൃത്യമായിട്ട് കേഴ്സർ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇനി ആ പർട്ടിക്കുലർ വേർഡ് നമുക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് സെലക്ട് ആകുന്നതാണ്. ഇനി അതേ വേർഡിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ പാരഗ്രാഫേ സെലക്ട് ആകുന്നതാണ് ട്രിപ്പിൾ ടാപ്പിൽ. ഇനി ഈ സെലക്ട് ചെയ്ത പാരഗ്രാഫ് ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് കോപ്പി ചെയ്യാൻ സാധിക്കും. 3 ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഇവിടെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണാം കോപ്പി എന്നുള്ളത്. പേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴ്സർ താഴത്തേക്ക് കൊണ്ടുവരിക, ഇവിടെ വന്നിട്ട് ഇതേ 3 ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഫോണിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് മറ്റേതെങ്കിലും പ്ലേസിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൻ്റെ അറ്റത്ത് കൊണ്ട് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, എന്നിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമുക്ക് നമ്മൾ അടുത്ത ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതേ പരിപാടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോൾഡറിനകത്തോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്യുക, ദെൻ അടുത്ത ഫോൾഡറിലേക്ക് ടാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിലേക്ക് നമുക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ കാണുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് തപ്പിയെടുത്ത് ഇതിലേക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിറ്ററലി ചെയ്യേണ്ടത് സ്പോട്ട്ലൈറ്റ് ഓപ്പൺ ചെയ്യുക, അതിൽ നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക, സെർച്ച് ചെയ്തതിന് ശേഷം അവിടുന്ന് അങ്ങനെ തന്നെ എടുത്ത് നിങ്ങൾക്ക് ഹോമിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ iOS 26 നമുക്ക് ക്യാമറ ആപ്ലിക്കേഷനിൽ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ 2 ഓപ്ഷൻസ് മാത്രമേ കാണുന്നുള്ളൂ, ഫോട്ടോ, വീഡിയോ. നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ താഴത്തെ ഈ ഒരു ഓപ്ഷനിൽ സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി ഓരോ ഓപ്ഷനിലേക്കും ഫോട്ടോസിൻ്റെ ഡിഫറെൻറ്റ് മോഡിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇനി വീഡിയോ, ഫോട്ടോ ഇതിൻ്റെയൊക്കെ ഓപ്ഷൻസിൻ്റെ മറ്റ് സെറ്റിങ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ താഴേന്ന് മുകളിലേക്ക് ഈ ഓപ്ഷനിൽ താഴേന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള സെറ്റിങ്സുകൾ കാണാൻ സാധിക്കുന്നതാണ്.